ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളൊരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടല്ല കേട്ടോ. ഇതിന് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബയോ കമ്പോസ്റ്റർ ബിന്നിൻ്റെ. അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് അതിൽ കുറേ കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം അതിൽ നിന്ന് ജൈവവളം കിട്ടി, പിന്നെ പുഴുക്കൾ വരുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് അത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ, ജസ്റ്റ് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ റിവ്യൂ ചെയ്താൽ അവർക്ക് ഏകദേശം അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയ കിട്ടുമല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് കിട്ടുക, പക്ഷെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അവർ ആ വീഡിയോ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. എന്നാലും അതിനെക്കുറിച്ചും കൂടി ഞാൻ ഒന്നും കൂടി ഇതിൽ വിശദീകരിച്ച് പറയും ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അതിൽ നിന്ന് അങ്ങനെ കിട്ടുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ എവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ള കാര്യങ്ങളും ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബയോ കമ്പോസ്റ്റർ ബിന്നാണിത്. അപ്പോൾ അതാ ഈ മുകളിലത്തതും കംപ്ലീറ്റ് ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇതിൽ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, അതേപോലെ പച്ചക്കറി വേസ്റ്റും ഒക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ കോഴിമുട്ടാത്തോട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അല്ലാണ്ട് മീനിൻ്റെ വേസ്റ്റ്, അതേപോലെ തന്നെ ചിക്കൻ്റെ വേസ്റ്റ്, പിന്നെ ചോറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അതിലിട്ട് കൊടുക്കാറില്ല. പക്ഷെ അങ്ങനെ ഇടുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത് വെക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ചീത്ത സ്മെല്ലൊക്കെ വരും മീൻ്റെയും ചിക്കൻ്റെ ഒക്കെ വേസ്റ്റ് ഇടുമ്പോൾ. പക്ഷെ നമ്മൾ ഈ ഒരു പച്ചക്കറി വേസ്റ്റും അതേപോലെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ഇട്ടാലും ഇതിൽ നിറയെ വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം കുറേശ്ശെ വേസ്റ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചകിരിച്ചോറ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുവരിക ചെയ്യല. ആ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അതിന് ഇതിൽ റിപ്പീറ്റ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഈ ചകിരിച്ചോറ് നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും അത് വെള്ളം കുറേയൊക്കെ വലിച്ചെടുക്കും. പക്ഷെ എന്നാലും ഈ ഒരു പച്ചക്കറീൻ്റെയും അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടാവുമ്പോൾ എങ്ങനെ ആയാലും അതിലൊക്കെ കുറേശ്ശെ വെള്ളം ഉണ്ടാവുമല്ലോ. അതൊക്കെ ചീഞ്ഞ് വരുമ്പോൾ അതിൽ വെള്ളം ഇങ്ങനെ തള്ളിയിട്ട് വരും കേട്ടോ. എത്ര നമ്മൾ സൂക്ഷിച്ചാലും ആ ഒരു വെള്ളം എങ്ങനെ ആയാലും അതിൽ ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിവിടെ വാങ്ങിയിട്ടുള്ളത് ഒരു 10 കിലോൻ്റെ ഇതുപോലത്തെ ഒരു ചാക്കാട്ടോ. ഈ ഒരു ചാക്കിന് ഏകദേശം ഒരു 150 രൂപയാണ് വരുന്നത് 10 കിലോൻ്റെ. അപ്പോൾ ഇത് ഞാനിവിടെ മലപ്പുറത്ത് ഇങ്ങനെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന വളമകളും അതേപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനിയിപ്പോൾ ഇതുപോലെ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഓൺലൈനിലുള്ള ഒരു ലിങ്കും കൂടെ താഴെ വിടാം. അപ്പോൾ ആമസോണിൽ വൈകിട്ട് നമുക്ക് വീട്ടിലൊക്കെ വരുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിന് മുകളിലൊരു മൂടിയുണ്ട്, അത് വെച്ചിട്ട് അങ്ങ് അടിച്ച് വെക്കുക. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എന്നിട്ട് അടുത്ത വേസ്റ്റ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ അത് നേരെ താഴേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഈ താഴത്തെ ബക്കറ്റ് ഏറ്റവും അടിയിലേക്ക് വെക്കുക. എന്നിട്ട് അടിയത്തെ ബക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഏറ്റവും മുകൾക്ക് വെക്കണം. അപ്പോൾ ആ ഏറ്റവും താഴെയുള്ള ബക്കറ്റിലുള്ള ആ ഒരു ബിന്നിലുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, പുറത്തോട്ട് കൊട്ടിയെടുക്കണം. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ഒരു 40 ദിവസം 45 ദിവസം പോലെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ അത് അതിന് നേരെ താഴെയുള്ള ബിന്നാണ് ഇതുപോലെ ഉള്ളത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇതിൽ പുഴുക്കൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ സത്യം പറയുന്നത് ഇതിൽ നന്നായിട്ട് പുഴുക്കളുണ്ട് കേട്ടോ. പക്ഷേ ഏകദേശം പുഴുക്കൾ ഇങ്ങനെ കണ്ടില്ലേ, അങ്ങനെ ജീവനൊന്നുമില്ല, ചത്ത പോലെ ആയിട്ടുണ്ട്. കുറച്ച് ദിവസം അയക്കണ്. അപ്പോൾ കണ്ടില്ല, വെള്ളം പോലെ ഉണ്ട് താനും. അപ്പോൾ ഇങ്ങനെ വരും. എങ്ങനെ ആയാലും ആ ഒരു നമ്മൾ എത്ര സൂക്ഷിച്ചാലും അതിൽ ഇതേപോലെ പുഴുക്കൾ വരുന്നുണ്ട്. നമുക്ക് പുഴുക്കൾ ഒരിക്കലും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അതൊരു 10-25 ദിവസം ആകുമ്പോഴേക്കിന് പുഴുക്കൾ വരും. പിന്നെ അതൊരു 40-45 ദിവസം ആവുന്നതോട് കൂടിയിട്ട് ആ പുഴുക്കളൊക്കെ ചത്ത് അതിൽ ലയിച്ച് പോയിട്ടുണ്ടാവും ആ മണ്ണിൽ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രോബ്ലങ്ങളൊന്നും വരില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ നേരെ താഴെയുള്ളത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഇത് മാറ്റിയിട്ട് ഞാൻ അടുത്തത് എടുത്ത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ അതാ ഏറ്റവും താഴെ ഉള്ളതാണ് കേട്ടോ, ഈ ഒരു താഴെയുള്ള ബിന്നാണിത്. അപ്പോൾ ഇതിപ്പോൾ 45 ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 45-46 ദിവസമൊക്കെ പോലൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളം വല്ലാണ്ട് അങ്ങനെ വെള്ളമായിട്ടൊന്നുമില്ല, ഒരു വെറ്റ് ടൈപ്പാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പുഴുക്കളൊന്നും പറഞ്ഞില്ല, അതൊക്കെ അതിൽ ചത്തിട്ട് അതിൽ ലയിച്ച് പോയിട്ടുമുണ്ട്, അതൊന്നും കാണുന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് പതുക്കെ ഇതിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ രണ്ടാമത്തെ ഇതിനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബിന്ന് ഏകദേശം ഒരു 30 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊരു 40-45 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് വളമായിട്ട് വന്നിട്ടുണ്ടാവും.
അപ്പോൾ ഞാൻ ഇപ്പോൾ ആ ഒരു പുഴുക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ താഴ്ഭാഗത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ നേരെ മുകളിൽ നമ്മൾ നേരത്തെ ഫസ്റ്റിൽ നമ്മൾ ഇട്ട് കൊടുത്തില്ലേ, ചകിരിച്ചോറൊക്കെ നിറച്ച് ഇട്ട് കൊടുത്തില്ലേ, അതങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ആ ഒരു മൂടി ഉണ്ടല്ലോ അതങ്ങ് മാറ്റണം. അതിന് ഏറ്റവും ലാസ്റ്റത്തെ മുകളിലാണ് നമുക്കിനി വെച്ച് കൊടുക്കാനുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു അടുപ്പ് പോലെ ഉണ്ടാവുക. ഇത് മാറ്റി വെച്ചിട്ട് കണ്ടില്ല, ഇപ്പോൾ രണ്ടാമത്തെ ഇത് വെച്ചു. ഇനി ഏറ്റവും മുകളിൽ നമ്മൾ താഴ്ന്നെടുത്തത് കൊട്ടിയിട്ട് അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക, അടുത്ത ട്രിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങ് മാറ്റി കൊടുത്തതിന് ശേഷം ആ ഒരു മൂടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ, ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വളമുണ്ടല്ലോ ഇതെടുത്തിട്ട് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് കൊട്ടി വെച്ചിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാനും അതേപോലെ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. നല്ല ഉണങ്ങിയതായിട്ട് കിട്ടും. നമുക്കൊരു ചാക്കിൽ എന്തെങ്കിലും നിറച്ച് വെച്ചാൽ മതി ഇത് ഉണങ്ങി വരുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് കൊട്ടി കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, ചെടിക്കും അതേപോലെ പച്ചക്കറിക്കൊക്കെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ ഞാനിതൊന്ന് ഉണക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും തന്നെ ഒന്നുകൊണ്ട് ഉണങ്ങി വന്നാൽ നമുക്കൊരു ചാക്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചാലും തന്നെ നമുക്കൊരു വൃത്തിയിൽ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഉണക്കി എടുക്കാമെന്നേ ഉള്ളൂ. ഇത് നമുക്ക് പച്ചക്കറിക്കും ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഫുള്ളും ജൈവവളമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി കണ്ടില്ലേ ഈ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ബക്കറ്റ് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൻ്റെ ആ സൈഡിലുള്ള ഹോൾസൊക്കെ നല്ലതുപോലെ ക്ലിയർ ആക്കി എടുത്താലേ ഇനി അടുത്തത് ഇടുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കൊട്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു വളമേട്ടോ, ഇത് കുറഞ്ഞൊരു വെള്ളം പോലൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഉണക്കിയെടുത്താൽ ക്ലിയർ ആവുന്നേ ഉള്ളൂ. പിന്നെ കോഴിമുട്ടേൻ്റെ തോടൊക്കെ നമ്മൾ ഉണങ്ങി വരുമ്പോൾ നല്ല ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞ് കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ പൊടിഞ്ഞു പോകും. അത് നന്നായിട്ട് ഇങ്ങനെ ജീർണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ തൊടേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പൊടിഞ്ഞു പോവാൻ. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ പൊടിച്ചിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണൂല കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ തട്ടുമ്പോഴേക്ക് തന്നെയാണ് പൊട്ടി പോകണുണ്ടില്ല ആ ഒരു മുട്ടയുടെ തോട്. അപ്പോൾ ഇത് ഇതേപോലെ അങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഉണക്കി 2-3 ദിവസം ഉണക്കിയതിന് ശേഷം 3-4 ദിവസം കേട്ടോ ഉണക്കിയതിന് ശേഷം ഞാൻ ഇതൊരു ചാക്കിൽ എന്തെങ്കിലും ആക്കി വെക്കുക ചെയ്യുക. എന്നിട്ട് നമ്മൾ പുതിയതായിട്ട് ചെടി ഉണ്ടാക്കിയല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വളം ഇടാനായാലും ചെടിക്ക് ഇട്ട് കൊടുക്കുക, അങ്ങനെ ഒക്കെ ചെയ്യാറാണുള്ളത്. അപ്പോൾ ഞാൻ ഇതിവിടെ ഉണക്കി എടുത്തിട്ടുള്ള കുറച്ച് വളമ കേട്ടോ ഈ കണ്ടില്ലേ, നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ടില്ലേ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് അതും കിട്ടുക കേട്ടോ. അപ്പോൾ നല്ല കറുത്ത ഒരു മണ്ണായിട്ടാണ് നമുക്കിത് കിട്ടുക. കണ്ടില്ലേ, നല്ല വൃത്തിക്ക് ഉണങ്ങി കിട്ടി. ഇത് ഏകദേശം ഒരു 4-5 ദിവസം ഞാൻ പുറത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോഴേക്കന്നെ ഇതേപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നനയാത്ത സ്ഥലം നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എടുത്തിട്ട് കുറച്ച് മണ്ണും കൂടി കൂട്ടിയിട്ട് നമ്മൾ ചെടിയൊക്കെ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് അടുത്ത ബിന്നി ഞാൻ നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോൾസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലൊന്നും ഒട്ടും ഇങ്ങനെ ഇതൊന്നും വേസ്റ്റുകളൊന്നും അടിഞ്ഞു കൂടാത്ത രീതിക്ക് വേണം നല്ല ക്ലിയർ ആക്കി എടുക്കണം. എന്നാൽ അതിൻ്റെ ഉള്ളിലത്തുള്ള ആ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ആ ചകിരിച്ചോറുണ്ടല്ലോ അതൊരു കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ താഴ്ഭാഗത്ത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളേ. കുറച്ചൊരു കട്ടിക്കന്നെ ഉണ്ടായിക്കോട്ടെ. ഇതുപോലെ ഇട്ട് കൊടുക്കുക ഉണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതങ്ങ് മൂടി വെച്ചാൽ മതി കേട്ടോ. മൂടി വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് കൊടുന്നിടുമ്പോൾ ഇതിന് മുകളിൽ ഇട്ടിട്ട് പിന്നെയും കുറച്ച് നമ്മൾ ചകിരിച്ചോറിടുക. എന്താ വെച്ചാൽ അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം നമുക്ക് മുകളിലത്ത് നിറഞ്ഞു വരുമ്പോഴേക്ക് താഴ്ഭാഗത്ത് ആയി വന്നിട്ടുണ്ടാവും. 40-45 ദിവസം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഗുളിക വാങ്ങിക്കാൻ കിട്ടും ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ. അതൊന്ന് കൊടുത്തിട്ട് അതിന് മുകളിൽ വെച്ചാൽ മതി. ഇതിൻ്റെ മുകളിൽ നിന്നാൽ ഇങ്ങനെ പാറി നടക്കില്ല, അതിൽ വന്നിട്ട് ഇരിക്കൊന്നുമില്ല കേട്ടോ. അത് അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടാവുകയും ചെയ്യും, ഒരു ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പിന്ന് നമുക്ക് ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആമസോണിൽ ഉണ്ട്, പക്ഷേ 2 പിന്നായിട്ടാണ് വരുന്നത്. ഇതുപോലെ 3 ഉള്ള ടൈപ്പില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും 3 വരും. അപ്പോൾ 2 ടൈപ്പുള്ള ബിന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. അതേപോലെ തന്നെ ഈ ഒരു ചകിരിച്ചോറും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി ആമസോണിൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഡയറക്റ്റ് എത്തിച്ച് തന്നോളുമല്ലോ. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ ചില മുനിസിപ്പാലിറ്റി അതേപോലെ പഞ്ചായത്തുകളിലൊന്നും ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നില്ല എന്നും കേൾക്കുന്നുണ്ട്. പിന്നെ ഓൺലൈനിൽ കിട്ടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുമില്ലല്ലോ.
പിന്നെ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇതിപ്പോൾ ഉള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.